പഠിക്കാൻ പോകുന്നത് പോളിമറൈസേഷനാണ് കേട്ടോ. പോളി എന്ന വേർഡിൻ്റെ മീനിങ് മെനി എന്നാണ് വേർഡിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. പോളിമറൈസേഷൻ റിയാക്ഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം പോളിമറും മോണോമറും എന്താണെന്ന് നോക്കാം. അതായത് ഒരു മോളിക്കൂൾ, വലിയൊരു മോളിക്കൂൾ ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു മുത്തുമാല ഉണ്ടല്ലേ. ഈ മുത്തുമാലയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ മുത്തുകൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഈ പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതുപോലെ നമ്മളൊരു മോളിക്കൂളിനെ മൈൻഡിലേക്ക് സെറ്റാക്കി എടുക്കാം. ആ മോളിക്കൂൾ ഉണ്ടാകുന്നത് ഒരുപാട് സിമ്പിളായിട്ടുള്ള മോളിക്കൂൾ ചേർന്ന ഈ മുത്തുമാലയിലെ മുത്തുകൾ പോലെ കുറേ സിമ്പിൾ മോളിക്കൂൾസ്, ഇങ്ങനത്തെ സിമ്പിൾ മോളിക്കൂൾസ് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഒരു വലിയ മോളിക്കൂൾ, ലാർജ് മോളിക്കൂൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ സിമ്പിൾ മോളിക്കൂളിനെ നമുക്ക് മോണോമർ എന്ന് വിളിക്കാം. അങ്ങനെ ഉണ്ടായ ഈ മോണോമറുകൾ ചേർന്നുണ്ടായ ലാർജ് മോളിക്കൂളിനെ നമുക്ക് എന്ത് വിളിക്കാം? പോളിമർ എന്ന് വിളിക്കാം. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള മോളിക്കൂളായിട്ടുള്ള ഈ മോണോമർ ചേർന്നുണ്ടാവുന്ന പോളിമർ ഉണ്ടാവുന്ന ഈ ഒരു റിയാക്ഷനാണ് പോളിമറൈസേഷൻ. അപ്പോൾ പോളിമറൈസേഷൻ റിയാക്ഷൻ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു സ്ട്രക്ചർ കാണാം, വിനൈൽ ക്ലോറൈഡിൻ്റെ സ്ട്രക്ചർ കാണാം. വിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഒരു മോണോമറാട്ടോ, ഒരു സിമ്പിളായിട്ടുള്ള ഒരു മോളിക്കൂളാണ്. അങ്ങനത്തെ കുറേ വിനൈൽ ക്ലോറൈഡ് ചേരുമ്പോൾ നമുക്കൊരു ലാർജ് ആയിട്ടുള്ള ഒരു മോളിക്കൂൾ ഉണ്ടാവും. ആ ലാർജ് ആയിട്ടുള്ള മോളിക്കൂളിനെ നമ്മൾ വിളിക്കുന്നത് പോളിമർ എന്നല്ലോ. അപ്പോൾ വിനൈൽ ക്ലോറൈഡ് ചേർന്ന് ഒരുപാട് നമ്പർ ഓഫ് വിനൈൽ ക്ലോറൈഡ് ചേർന്നാൽ ഉണ്ടാവുന്ന പോളിമർ പോളിവിനൈൽ ക്ലോറൈഡാണ്. നമുക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഈ N കണ്ടാൽ നിങ്ങൾ ഓർത്തോ, ഇത് പോളിമറൈസേഷൻ ആണ് കേട്ടോ. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ പോളിമറൈസേഷൻ, ഇത് മോണോമറാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഇത് കണ്ടാൽ തന്നെ ഇത് നമ്മുടെ മോണോമറാണ്, ഇവിടെ നടക്കുന്ന റിയാക്ഷൻ പോളിമറൈസേഷനാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കാം, വിനൈൽ ക്ലോറൈഡിൻ്റെ ഈ ഒരു സ്ട്രക്ചർ പഠിച്ചു വെക്കണം. ഇപ്പോൾ ഒരുപാട് നമ്പർ ഓഫ് വിനൈൽ ക്ലോറൈഡ് ഉണ്ടെന്ന് സൂചിപ്പിക്കാനായിട്ടോ ഈ N കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് വിനൈൽ ക്ലോറൈഡ് ചേർന്നാൽ ഉണ്ടാകുന്ന പോളിമർ ആരാ? പോളിവിനൈൽ ക്ലോറൈഡ്. ഈ സ്ട്രക്ചറും പഠിച്ചു വെക്കാം. പിന്നെ ആ സ്ട്രക്ചർ എഴുതാൻ എളുപ്പമായിട്ട് നമുക്ക് 2 ടൈപ്പ് പോളിമറൈസേഷൻ ഉണ്ട്. അഡീഷൻ പോളിമറൈസേഷനും കണ്ടൻസേഷൻ പോളിമറൈസേഷനും. അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ റിയാക്ഷനിൽ പഠിച്ചതുപോലെ അൺസാച്ചുറേറ്റഡ് ആരാണ്? ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഇരിക്കുന്ന കോമ്പൗണ്ട്സിലെ അവരുള്ള ഒരു മോണോമർ എടുക്കുക. ആ മോണോമർ റിയാക്ഷന് ശേഷം സിംഗിൾ ബോണ്ടായി മാറുകയാണെങ്കിൽ ഇത് അഡീഷൻ പോളിമേഴ്സ് എന്ന് വിളിക്കാം. ഇവർ ഇക്വേഷൻ എളുപ്പമാട്ടോ, ഈ ഒരു സ്ട്രക്ചർ കിട്ടിയാൽ എളുപ്പമായിട്ട് എഴുതാം. കാരണം 2 ബ്രാക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ആ ബോണ്ടുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു N ഇട്ട് കൊടുക്കാം. ഈ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ 2 സ്ട്രക്ചറാണ് പഠിക്കാനുള്ളത്. പോളിവിനൈൽ ക്ലോറൈഡിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതുപോലെ ഒരു സ്ട്രക്ചർ കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ടെട്രാഫ്ലൂറോ എത്തീൻ 4 ഫ്ലൂറിനുള്ള ടെട്രാഫ്ലൂറോ എത്തീൻ്റെ സ്ട്രക്ചർ ഇതും പഠിച്ചു വെക്കുക. ഈ നെയിമും കറക്റ്റായിട്ട്, ഇത് ഇത് മോണോമർ, ഇത് പോളിമർ. ഇനി ഇതിൻ്റെ യൂസ് മനസ്സിലാക്കണം. നമ്മുടെ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള പാത്രങ്ങളിലൊക്കെ, നമ്മൾ കുക്ക് വെയർസിലൊക്കെ ഇന്നർ സർഫേസിലുണ്ടാകുന്ന ആ കോട്ടായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ കോട്ടിംഗ് ആണ് കേട്ടോ മക്കളെ നമ്മുടെ ടെട്രാഫ്ലൂറോ എത്തീൻ എന്ന് പറയുന്നത്. അപ്പം കറക്റ്റായിട്ട് ഈ സ്ട്രക്ചർ പഠിച്ചു വെക്കുക, പേരും പഠിക്കുക. ഇത് മോണോമറാണ്, ഇതിൻ്റെ പോളിമർ ആരാണ്? പോളി ടെട്രാഫ്ലൂറോ എത്തീൻ. പിന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഒരു ടേബിളൊക്കെ ഉണ്ട്. കറക്റ്റായിട്ട് അഡീഷൻ പോളിമേഴ്സിൻ്റെ ടേബിൾ ഉണ്ട്. ഈ ടേബിൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഇവിടെ ഓരോ മോണോമേഴ്സ് ഉണ്ട്, ഇത് പോളിമറും ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ യൂസും എളുപ്പമാണ് കേട്ടോ ഓരോന്നും. PVC എന്ന് പറയപ്പെടുന്ന പോളിവിനൈൽ ക്ലോറൈഡ് നമുക്കറിയാമല്ലേ. PVC മെയിനായിട്ട് പൈപ്പിനാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന പൈപ്പ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പൈപ്പ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കി ഇതിൻ്റെ യൂസും പഠിച്ചു കഴിഞ്ഞ് എത്തീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോളി എത്തീൻ ക്യാരി ബാഗ്സ് ഒക്കെ നമ്മൾ ഇറച്ചി മീനൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ക്യാരി, അതൊക്കെ പൊളിത്തീൻ ബാഗുകളാണ്. അപ്പോൾ ആ പോളി എത്തീൻ എന്ന് പറയുന്നത് പൊളിത്തീൻ. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഈ യൂസും പഠിച്ചു വെക്കാം. ഐസോപ്രീൻ എന്ന് പറഞ്ഞാൽ പോളി ഐസോപ്രീൻ ഈസി ആയിട്ട് നമുക്ക് എഴുതാം. ആ സംഭവം തന്നെ നാച്ചുറൽ റബ്ബർ എന്ന് അറിയപ്പെടുന്നു കേട്ടോ. നമ്മുടെ നാച്ചുറലായിട്ട് കിട്ടുന്ന റബ്ബറില്ലേ, നമ്മൾ ടയറിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് റബ്ബർ വെച്ചിട്ടാണല്ലോ ടയർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ യൂസും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ ടെഫ്ലോൺ എന്നറിയപ്പെടുന്ന നമ്മുടെ പോളി ടെട്രാഫ്ലൂറോ എത്തീൻ്റെ ടെഫ്ലോൺ എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ അറിയപ്പെടും. നമ്മുടെ നോൺ സ്റ്റിക്ക് കുക്ക് വെയറുകളുടെ ഇന്നർ സർഫസിലെ കോട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നു.
അപ്പോൾ ഇതെല്ലാം ഈ ടേബിൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എങ്ങനെയും മാച്ച് ദ ഫോളോവിങ്ങിനൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി കണ്ടൻസേഷൻ പോളിമേഴ്സിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ കണ്ടൻസേഷൻ പോളിമറിൻ്റെ എക്സാമ്പിളായിട്ട് പഠിക്കുന്നത് നൈലോൺ 66 ആണ്. ഈ നൈലോൺ 66ൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കി, ഇവിടെ 2 മോണോമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കി അഡീഷൻ പോളിമേഴ്സിൽ വരുമ്പോൾ മോണോമർ ഒരാളാണ്, വിനൈൽ ക്ലോറൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എത്തീൻ ഉണ്ടായിരുന്നുള്ളൂ, ഐസോപ്രീൻ ഇവിടെ ഒരു മോണോമറെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ കണ്ടൻസേഷൻ പോളിമേഴ്സിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 മോണോമേഴ്സിനെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡയമീനാണ്. പേര് കേൾക്കുമ്പോൾ ഇത്തിരി ഇതായിട്ട് തോന്നും, പക്ഷേ പഠിച്ച് വരുമ്പോൾ ഈസി ആവട്ടോ. അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡയമീനുമാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവ രണ്ടുപേരും കൂടി ജോയിൻ ചെയ്തപ്പോൾ ഇതിലെ സ്മോൾ ആയിട്ടുള്ള ചെറിയ മോളിക്യൂൾസൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ കണ്ടൻസേഷൻ പോളിമർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക 2 or more നമുക്ക് മോണോമേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് നൈലോൺ 66 ആണ് അവിടുത്തെ ഒരു എക്സാമ്പിളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മക്കളെ ഇവിടെയും ടേബിളുണ്ട്. കറക്റ്റായിട്ട് ഇതാ നമ്മുടെ മോണോമർ ആരൊക്കെ അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡയമീനുമാണ്. പോളിമർ നൈലോൺ 66. ഫിനോൾ ഫോർമാൽഡിഹൈഡ് മോണോമേഴ്സാണ്. അത് ബേക്കലൈറ്റ് എന്തിനാണ്, നമ്മുടെ കുക്കറിൻ്റെയൊക്കെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ബ്ലാക്ക് അതിൻ്റെ ഹാൻഡിൽ ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ മക്കളെ. പിന്നെ സ്വിച്ചൊക്കെ അതൊക്കെ ബേക്കലൈറ്റ് എന്നറിയപ്പെടുന്ന ഫിനോൾ ഫോർമാൽഡിഹൈഡ് ഡ്രസ്സിന് യൂസ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ പോളിസ്റ്റർ ഇതിൻ്റെയൊക്കെ കറക്റ്റായിട്ട് ആ ഒരു മോണോമർ പഠിച്ചു വെക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ പോളിമറൈസേഷൻ ഇത്രയും പഠിക്കാനുള്ളൂ. ഇനി തെർമൽ ക്രാക്കിങ്ങും അതുപോലെ കമ്പഷൻ ഓഫ് ഹൈഡ്രോ കാർബണും നെക്സ്റ്റ് വീഡിയോയിലുണ്ടാവും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കംപ്ലീറ്റ് ദ ഇക്വേഷൻ ഗിവൺ ബിലോ. ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് NCH2 ഡബിൾ ബോണ്ട് CHCl കണ്ടു കഴിഞ്ഞാൽ നമുക്ക് N കണ്ടാൽ അറിയാം അവിടെ പോളിമറൈസേഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. ഇപ്പുറത്ത് എഴുതേണ്ടത് മോണോമറാണ്. ആദ്യം ഫസ്റ്റ് മോണോമർ വരുന്നു, ആരോമാർക്ക് കഴിഞ്ഞ് പോളിമറാണ് എഴുതേണ്ടത്. പോളിമറിൻ്റെ ഇക്വേഷൻ എഴുതാൻ അറിയാം, 2 ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. അതിൽ അതേ സെയിം കോമ്പൗണ്ട് എടുത്ത് എഴുതാം. അവിടെ അഡീഷൻ റിയാക്ഷൻ്റെ കൺസെപ്റ്റ് തന്നെ, അഡീഷൻ പോളിമർ ആയതുകൊണ്ട് ഡബിൾ ബോണ്ടിന് പകരം സിംഗിൾ ബോണ്ടാക്കി ബോണ്ട് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇക്വേഷൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നമുക്ക് 2 ഇക്വേഷനെ പഠിക്കാനുള്ളൂ. വിനൈൽ ക്ലോറൈഡിൻ്റെയും പഠിക്കാനുണ്ട്, ടെട്രോ ഫ്ലൂറോ എത്തീൻ്റെയും പഠിക്കാനുണ്ട്. ആ 2 സ്ട്രക്ചർ പഠിക്കുക. അപ്പോൾ ഇത് മോണോമറാണ്, ഇത് മോണോമറാണ്. N കണ്ട നമ്മൾ ഓർക്കണം, അത് മോണോമറാണ്. അതുപോലെ തന്നെ ഇത് പോളിമറൈസേഷൻ ഇക്വേഷനുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇക്വേഷൻ റിയാക്ഷൻ പോളിമറൈസേഷൻ എഴുതാം. പ്രൊഡക്റ്റ് സൈഡിലെ നെയിം ചോദിച്ചാൽ പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് ദ മോണോമർ എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, മോണോമറിൻ്റെ നെയിം എഴുതാനല്ലേ. മോണോമറിൻ്റെ നെയിം എന്താ, N കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇതാണ് മോണോമർ. നമ്മുടെ മോണോമർ ആരാ, വിനൈൽ ക്ലോറൈഡാണ് മോണോമർ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനും. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മളിങ്ങനെ നോക്കുക, കറക്റ്റായിട്ട് ഫ്രണ്ടിലുള്ള N കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തോളം അത് മോണോമറാണ്. ആ മോണോമറിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇനി ഗിവൺ എക്സാമ്പിൾ ഫോർ നാച്ചുറൽ പോളിമറിൻ്റെ എക്സാമ്പിളാണ് നാച്ചുറൽ റബ്ബർ. അപ്പോൾ നാച്ചുറൽ റബ്ബർ എന്ന അത് എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഗിവൺ പോളിമർ ഇസ് യൂസ് ടു കോട്ട് ദ ഇന്നർ സർഫസ് ഓഫ് ദ കുക്ക് വെയർ. നമുക്കറിയാം കുക്ക് വെയർസിൻ്റെ ഇന്നർ സർഫസ് ആയിട്ട് കോട്ട് ചെയ്യുന്നത് ആരാണിതിൽ പോളിത്തീനാണോ, പോളിവിനൈൽ ക്ലോറൈഡാണോ, ടെഫ്ലോണാണോ? അപ്പോൾ ടെഫ്ലോണാണ് കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചത് എന്താണ്, ടെഫ്ലോണാണ്. വാട്ട് ഈസ് ദ മോണോമർ ഓഫ് ദിസ് പോളിമർ. ടെഫ്ലോണിൻ്റെ മോണോമർ ആരാ, ടെട്രാ ഫ്ലൂറോ എത്തീന്. അപ്പോൾ അതും നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ മോണോമർ ഏതാണ്, പോളിമർ ഏതാണെന്ന് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ടേബിൾ അടക്കം പഠിച്ചു വെക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യനുകൾ പ്രതീക്ഷിക്കുക കേട്ടോ.